നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ വലിയ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ക്രെഡിറ്റ് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ആളുകളും തമ്മിലുള്ള വലിയൊരു പോരാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. നിമിഷപ്രിയ ഒരു കുറ്റം ചെയ്തു, അവർ ജയിലിലായി, അവർക്ക് കോടതി ശിക്ഷ വിധിച്ചു, വധശിക്ഷയാണ്. ഇനി അവിടെ നടക്കേണ്ട രണ്ട് പ്രോസസ്സാണ്. ഒന്ന്, അവരുടെ കുടുംബം അന്തിമമായി അതിൽ തീരുമാനമെടുക്കണം, വധശിക്ഷ വേണമോ അതോ മാപ്പ് നൽകി വിട്ടയക്കണമോ എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ശിക്ഷ ശരിവെക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കുകയോ ചെയ്യേണ്ടത് യമൻ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്. അവിടെയാണ് കാന്തപുരം അബൂബക്കർ മൗലവിയുടെ അവസാന ഇടപെടൽ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഒരു ചർച്ചയുടെ ഒരു മാപ്പ് നൽകലിന്റെ തിരിച്ചുവിടലിന്റെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത്. അതിൽ യാതൊരു തർക്കവുമില്ല. കാന്തപുരം അബൂബക്കർ മൗലവി അതിൽ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഈ കേസുകളെ സംബന്ധിച്ച് ജൂൺ 14 വരെ കേരളത്തിലുണ്ടായ ചർച്ച എന്താണ്? അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി കാക്കാമാർ മുഴുവനും പണം പിരിച്ചിടപെട്ടു, നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നില്ല എന്നാണ് കാസ മുതൽ വർഗീയവാദികളായ ആളുകൾ വരെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. കേന്ദ്ര സർക്കാരും അവർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റുമെല്ലാം നിമിഷപ്രിയ ഇനി ഒരു കാരണവശാലും തിരിച്ചു വരാനോ മറ്റൊരു ചർച്ചയ്ക്കോ സാധ്യതയില്ല എന്ന തരത്തിൽ അടച്ചുവെച്ച ഒരു സന്ദർഭത്തിലാണ് കാന്തപുരം അബൂബക്കർ മൗലവി ഇടപെടുന്നത്. എന്തായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ യമനിൽ ചലനമുണ്ടാക്കുകയും ആ കുടുംബത്തിൽ ചലനമുണ്ടാക്കുകയും യമൻ സർക്കാർ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തു. ആ രാത്രിയിൽ പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ രണ്ടാണ്. ആ രണ്ട് കാര്യങ്ങളെയും നമ്മൾ പരിശോധിക്കണം. ഒന്ന്, വർഗീയവാദികളായ ആളുകൾ മുഴുവനും മാളത്തിലൊഴിച്ചു. രാജ്യത്ത് വംശീയതയും വർഗീയതയും അപരമത വിദ്വേഷവും ഒക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ വ്യാപാരികളായ ആളുകൾ മുഴുവനും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ഒളിച്ചോടി. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മുകളിലുള്ള വലിയൊരു കരിമ്പടമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലോടെ വന്നു ഭവിച്ചത്. അതുകൊണ്ടാണ് ഈ വെറുപ്പിന്റെ വ്യാപാരികളൊക്കെ മാളത്തിലേക്ക് വിളിച്ചത്. പിന്നീട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പ്രശംസയുടെ പ്രകീർത്തനത്തിന്റെ വലിയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ ആളുകളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ആ ഇടപെടലിന് വേണ്ടി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്ന അഭിനന്ദന പ്രവാഹങ്ങൾ കേരളത്തിലുണ്ടായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും അഭിനന്ദന പ്രവാഹങ്ങൾ നൽകുകയും ചെയ്യുന്നതിനിടയിൽ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി കേരളത്തിൽ സംഭവിച്ചു. ഒന്ന്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ ക്രെഡിറ്റ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് ആരൊക്കെ എവിടേക്കോ തീരുമാനിച്ചു. അതിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്. ആ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിടുവേലയുണ്ട്. വേറെ ചില തലങ്ങളിലെ ഇടപെടലുകളുണ്ട്. ഇപ്പോ ചില വംശീയതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ പലർത്തുന്ന ചാനലുകളൊക്കെ ആ അർത്ഥത്തിലുള്ള വാർത്തകളൊക്കെ കേരളത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ അത് അങ്ങനെ അവരാകട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ മുഖ്യധാര എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ, പരമാധികാരത്തിന്റെ, ജനാധിപത്യ സമ്പുഷ്ടീകരണത്തിലേക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ മാധ്യമങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ അവർ നടത്തി എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതിൽ മുഖ്യധാരയിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. ജനൻ ടിവിയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മാധ്യമങ്ങളും ജനൻ ടിവിയുടെ ദൗത്യമാണ് പിന്നീട് ഇൻഡയറക്റ്റ് ആയിട്ട് നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഒരിക്കലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ചാണ്ടി ഉമ്മന്റെ പത്രസമ്മേളനം അന്നേ ദിവസം രാത്രി എന്തടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മൻ ഞാനിങ്ങനെ ശ്രമിച്ചു, ആർലേക്കർ ശ്രമിച്ചു, പ്രധാനമന്ത്രി ശ്രമിച്ചു, മുഖ്യമന്ത്രി ശ്രമിച്ചു, മറ്റേ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാവാം. ആരാ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പ്രൊജക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുഴുവനും കേരളത്തിലും ഇന്ത്യയിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. യമനിലെ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് വരെ സർക്കാരിനും നയതന്ത്ര തലങ്ങളിലും മറ്റുമെല്ലാം ഇടപെടാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിലിനോ വക്കീലിനോ കോടതിക്കോ സർക്കാരിനോ മറ്റോ ഒക്കെ ഇടപെട്ടുകൊണ്ട് ആ സർക്കാരുമായി ചർച്ച നടത്താം. അങ്ങനെ സാധ്യതയുണ്ടോ സാധ്യതയില്ലേ, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ത് എന്നുള്ളതൊക്കെ വേറെയാണ്. പക്ഷെ അങ്ങനെ ചർച്ച നടത്താം. പക്ഷേ അവിടുത്തെ ശരീഅത്ത് ലോ അനുസരിച്ച് ഒരു കോടതി ഒരു വിധി കൽപ്പിച്ചാൽ, ആ വിധി എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിച്ചാൽ, ആ വധശിക്ഷയിൽ അന്തിമമായി നിലപാടെടുക്കേണ്ടത് ആ കുടുംബമാണ്, അവരുടെ രക്തബന്ധുക്കളാണ്. ആ സാധനമാണ് ഇവിടെ ഉള്ളത്. ആ രക്തബന്ധുക്കളെ ഭീഷണിപ്പെടുത്തി ഭരണകൂടത്തിന് വിധി അനുകൂലമാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പാടില്ല. അതാണ് ആ നിയമത്തിന്റെ അന്തസത്ത എന്നുള്ളത്. അതുകൊണ്ട് ആ രക്തബന്ധുക്കൾ മാപ്പ് നൽകുക, വിട്ടുവീഴ്ച നൽകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ പോയിന്റ്. അവിടെയാണ് കാന്തപുരം അബൂബക്കർ മൗലവിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ കുടുംബങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളായി സമൂഹവുമായി നാട്ടിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഇളവ് നൽകുന്ന, ശിക്ഷ ഇളവ് നൽകുന്ന ആ ഇടപെടലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. അത് നയതന്ത്ര ഇടപെടലല്ല. അത് നയതന്ത്ര ഇടപെടൽ കൊണ്ട് സാധിക്കുന്ന കാര്യവുമല്ല. രാജ്യത്ത് അങ്ങനെ വ്യക്തിബന്ധമുള്ള ആളുകളെ ആ രാജ്യത്തെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ അവരെ കുടുംബവുമായി ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യുക എന്നുള്ളൊരു പോസിറ്റിവിറ്റി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിനെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് ഞങ്ങളൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന അർത്ഥത്തിലേക്ക് വില കുറച്ച് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങൾ മറ്റു തലങ്ങളിലേക്ക് പർവ്വതീകരിക്കപ്പെട്ടിട്ടുണ്ട്.
ഒന്ന്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികൾക്ക് തന്നെ അത് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഇടപെട്ട് കഴിഞ്ഞാൽ അത് നന്മയാണെന്ന് തന്നെ പറയണം. അത് കേരളത്തിലെ യുവ MLA ആയി വളർന്നു വരുന്ന ചാണ്ടി ഉമ്മനടക്കമുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്തൊരു കേസായിരുന്നു ആ ചെയ്തിട്ടുള്ളത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഈ ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടിയുള്ള കാരണമായത് എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ടീം വെറുപ്പിന്റെ വ്യാപാരികളാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച ഏതാനും മണിക്കൂറുകൾ കഴിയുന്ന സന്ദർഭത്തിൽ ആരിഫ് ഹുസൈന്റെ കമന്റ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. സമാനമായ കമന്റ് കാസയുടെ പോസ്റ്റിൽ നമ്മൾ കാണുക. കാസയുടെ ഔദ്യോഗിക പേജുകളിൽ നമ്മൾ കാണുകയാണ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം. RSSകാരനായ ശ്രീജിത്ത് പണിക്കർ അയാൾ പച്ചയായി പറഞ്ഞു, ഞാൻ നിമിഷപ്രിയയോട് യോജിക്കുന്നില്ല. അവിടെ യമനിലെ ഒരു പൗരനെ കൊലപ്പെടുത്തി വെട്ടി നുറുക്കി കഷ്ണമാക്കി ആ മാംസമെല്ലാം കവറിൽ കെട്ടി ആളുകളുടെ കുടിവെള്ളത്തിലിട്ട ആ നിമിഷപ്രിയ ചെയ്തത് ക്രൂരമായ തെറ്റാണ്, അതുകൊണ്ട് ശിക്ഷ നടപ്പാക്കണം, ഞാൻ യോജിക്കുന്നില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിന്റെതും സമാനമായ രീതിയിലുള്ള കമന്റുകൾ വന്നു. പ്രതീഷ് വിശ്വനാഥിന്റെയും പ്രകോപനപരമായ പോസ്റ്റുകൾ വന്നു. ശശികലയുടേതും പ്രകോപനപരമായി നിമിഷപ്രിയയ്ക്ക് എതിരായ പോസ്റ്റ് വന്നു. എന്തിനേറെ പറയുന്നു, കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയുടെ ഉദ്ഘാടകനായി ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നു എന്ന് ആരോപണമുള്ള സാജൻ സക്രിയ തന്നെ അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പറഞ്ഞു, ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല. അപ്പോ കാസയും അതുപോലെ വെറുപ്പിന്റെ ഫാക്ടറികളും മുഴുവനും ഞങ്ങൾ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്ന് അവരുടെ മാധ്യമങ്ങളിലൂടെയും പറഞ്ഞു. അപ്പോഴും മുഖ്യധാരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ ഈ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. ആദ്യം ചാണ്ടിയുമ്മനെ കൊണ്ടുവന്നൊരു പ്രതികരണം നടത്തി. പിന്നീട് ജമാഅത്ത് ഇസ്ലാമി ഇതിൽ എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് പരിശോധിച്ചു. മുജാഹിദുകൾ അവരുടെ അഭിപ്രായം എന്ത് എന്ന് പരിശോധിച്ചു. സമസ്തയുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് പരിശോധിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്ത് എന്ന് പരിശോധിച്ചു. SDP-യുടെ പ്രശ്നം എന്ത് എന്ന് പരിശോധിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പ്രശ്നം എന്ത് എന്ന് പരിശോധിച്ചു. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രശ്നം എന്ത് എന്ന് പരിശോധിച്ചു. ഇതെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ നിമിഷപ്രിയയ്ക്ക് അങ്ങനെ ഒരു മോചനം ലഭിക്കുമെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്ന നിലപാട് ഈ സംഘടനകളൊക്കെ സ്വീകരിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിക്കുകയും ചെയ്തു. മുസ്ലിം സമൂഹത്തിലെ ജമിയത്തുൽ ഉലമകളോ മുസ്ലിം സംഘടനകളോ മുസ്ലിം നേതാക്കളോ മുസ്ലിം പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ നിമിഷപ്രിയയ്ക്ക് എതിരാകുന്നില്ല എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടെത്തിയത്. മാധ്യമങ്ങൾക്ക് ആകെ പ്രശ്നമുണ്ടായി. ഈ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു സംഘടന ഇതിനൊന്ന് എതിരെ നിന്നുവെങ്കിൽ അവരെ പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇതിപ്പോ എല്ലാവരും കൂടി കാന്തപുരത്തെ അഭിനന്ദിക്കുകയാണ്, അങ്ങനെ പ്രശംസിച്ച് മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ സോഷ്യൽ മീഡിയ വരുത്താൻ തുടങ്ങി. മാധ്യമങ്ങളുടെ പണിയെ കൈരളി ചാനൽ, മനോരമ ചാനൽ, മാതൃഭൂമി ചാനൽ, റിപ്പോർട്ടർ ചാനൽ, 24 തുടങ്ങി മറ്റെല്ലാ ചാനലുകളും ആളുകളുടെ ഫേസ്ബുക്ക് പരതാൻ തുടങ്ങി, വാട്സാപ്പ് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് അതിലെന്തെങ്കിലും ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആരെങ്കിലും എന്തെങ്കിലും കമന്റ് നിമിഷപ്രിയയ്ക്ക് എതിരായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്നുള്ള ഒരു വാശിയോടുകൂടി അവർ വന്നു. യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ ഒരു അംഗം, അനുജനോ ജ്യേഷ്ഠനോ ഒരാൾ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് മലയാളികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു മുബാറക് റാവുത്തർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടു എന്ന് കാണുന്നത്. അങ്ങനെ മുബാറക് റാവുത്തരെ അതിഭീകരനായി ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമ വിചാരണ നടത്തുന്ന രംഗമാണ് പിന്നീട് കാണുന്നത്. അയാൾ ആ ചാനലിന്റെ ഫ്ലോറിലിരുന്ന് വ്യക്തമായി പറയുന്നുണ്ട്, നിമിഷപ്രിയക്ക് മോചനം ലഭിക്കണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ യമനിലും ഇവിടെയും നടക്കുന്ന ചർച്ചകൾ ഇങ്ങനെയാണ് എന്നുള്ളത് ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനപ്പുറത്ത് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്നാലോ കാന്തപുരം അബൂബക്കർ മൗലവിയുടെ അനുയായികളായ ആളുകൾ പ്രകോപിതരായി എൻ്റെ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ ഇങ്ങനെ നിമിഷപ്രിയയ്ക്ക് എതിരാണെന്നും അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇടപെട്ടത് എന്നും നിങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് അയാൾ ആ ചാനലിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരാരും മുഖവിലക്കെടുക്കുന്നില്ല. എന്നാലോ മുബാറക് റാവുത്തറുടെ പേരവിടെ കൊണ്ടുവരുന്നതിന്റെ തൊട്ട് മുമ്പ് നവാസ് ജാൻ എന്ന് പറയുന്ന വേറൊരു ഫേസ്ബുക്ക് ഐഡിയിലായിരുന്നു മാതൃഭൂമിയുടെ ചർച്ച. നവാസ് ജാൻ എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാമിക തീവ്രവാദിയാണെന്നും അതുപോലെ തന്നെ സലഫി ബന്ധമുള്ള വലിയ ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ അവതരണമാണ് മാതൃഭൂമിയുടെ ചാനൽ നൽകിയിട്ടുള്ളത്. ഒരു ഫേസ്ബുക്കിന്റെ ഒരു കമന്റുകളെ എടുത്തു വെച്ചുകൊണ്ടുള്ള അവതരണം. എന്നാൽ ഇപ്പുറത്ത് ശ്രീജിത്ത് പണിക്കർ എനിക്കൊന്ന് 8-10 മിനിറ്റ് വരുന്ന വലിയൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിമിഷപ്രിയക്കൊപ്പമല്ല. അപ്പുറത്ത് സാജൻ സക്രിയ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ നിമിഷപ്രിയക്കൊപ്പമല്ല. ഇങ്ങനെ തുടങ്ങുന്ന ആളുകളുടെയൊക്കെ വീഡിയോ ഒക്കെ ഈ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയ വധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, അവർക്ക് മോചനം കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന മുബാറക് റാവുത്തരെ പോലുള്ള ആളുകളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന ഒരു മാധ്യമധർമ്മമാണ് കേരളത്തിൽ കണ്ടത്. ഈ മാധ്യമധർമ്മം അത്ര ശരിയാണോ എന്ന് നമുക്ക് തോന്നുന്നില്ല, എത്രയധികം മോശമാണ്. കൈരളി ചാനൽ മാനവികതയുടെ വലിയ ചാനലൊക്കെ ആണല്ലോ. കൈരളി ചാനല് ദാവൂദിനൊപ്പം മുബാറക് റാവുത്തർ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് മൗദൂദികൾ
എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടത്തുകയാണ്. അപ്പൊ മുബാറക് റാവുത്തർ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ വെൽഫെയർ പാർട്ടിക്കാരനോ ഒന്നുമല്ല. അയാൾ UDA പക്ഷത്തുള്ള ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. പത്തനംതിട്ട ജില്ലയിൽ അത് അന്വേഷിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ അയാളൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പൊ ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉള്ള ഒരു പ്രിവിലേജ് മുബാറക് റാവുത്തർക്ക് നൽകാതെ അയാളെ തീവ്രവാദിയും ഭീകരനുമായി ഒരു മുസ്ലിം പക്ഷത്തെ വില്ലനായി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് ഈ മാധ്യമങ്ങൾ നടത്തിയത് എന്നാണ് ഞാൻ പറയുന്നത്. എത്ര കഷ്ടമാണിത്. ഒരു മുസ്ലിം പേരുകാരനെ തീവ്രവാദിയായി അവതരിപ്പിച്ചില്ലെങ്കിൽ, അതിനെ ഒരു പ്രശ്നക്കാരനായി അവതരിപ്പിച്ചില്ലെങ്കിൽ, ഒരു സമാധാനം കിട്ടാത്ത നിലകളിൽ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത്. വർഗീയതയും വംശീയതയും അത്ര ശരിയായ കാര്യമല്ല. മനുഷ്യർ എന്ന് പറയുന്നത് ഒരു കാരുണ്യമാണ്. ആ മനുഷ്യർ എന്ന് പറയുന്നത് കാരുണ്യം ആവശ്യമുള്ളിടത്ത് ചെയ്യേണ്ടവരാണ്. അത് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് വർഗീയത മനസ്സിലുള്ള ആളുകൾ അത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമാണെന്നൊന്നും പറയേണ്ട ആവശ്യം. ഇത് മനുഷ്യത്വമാണ്, നന്മയാണ്, നീതിയാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇനി മറ്റൊരു ചർച്ച കേരളത്തിലുണ്ടായത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ജയിലുകളിൽ ധാരാളം ആളുകൾ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടി ഇവർ ഇടപെടണം എന്നുള്ളതാണ്. ശരിയാണ്, അവർക്ക് വേണ്ടി ഇടപെടേണ്ടതുണ്ട്, അഭിപ്രായം പറയേണ്ടതുണ്ട്, നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ട്. പക്ഷേ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട സന്ദർഭം അതല്ല. അവരെ വധശിക്ഷയ്ക്ക് അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചു, അതിന്റെ സമയം നിശ്ചയിച്ചു. ആ സമയത്ത് അത് നടക്കും എന്ന് പറയുന്ന അവസാന മണിക്കൂറുകളിൽ വന്നിട്ടുള്ള ഒരു ഇടപെടലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടേത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഇസ്ലാമിക ചരിത്രം പഠിച്ചിട്ടുള്ള, ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള, മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യനും നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ഈ ഇടപെടൽ തെറ്റാണെന്ന് പറയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അവസാന സമയം വരെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ ബന്ധുക്കളോ കുടുംബക്കാരോ, ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ആളോ തന്നെ അവരുടെ കുടുംബക്കാരോട് ദയയും വിട്ടുവീഴ്ചയും മാപ്പപേക്ഷയും ചെയ്യുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് തൂക്കുമരത്തിൽ നിന്ന് വിട്ടയക്കപ്പെട്ടിട്ടുള്ള, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടും കാണാം. അപ്പോൾ അത് ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ സാധുത അങ്ങനെയാണ് പൂർത്തിയാവുക എന്നുള്ളത് കൊണ്ട് ഒരു മുസ്ലിമിനും കുറ്റം പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിനെ കുറ്റമായി കാണുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ ഇസ്ലാമിക ചരിത്രത്തിലോ ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളിലോ അവഗാഹമില്ലാത്ത ആളുകളാണ് എന്ന് പറയേണ്ടി വരും. നിമിഷപ്രിയയ്ക്ക് ആ കുടുംബം മാപ്പ് നൽകാനുള്ള മാനസികാവസ്ഥ രൂപപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.